ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേഡേ സ്റ്റോക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇൻട്രാഡേ അഥവാ ഡ്രൈ ട്രേഡിങ്ങിനെ കുറിച്ചാണ്. മെയിനായിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, എന്താണ് ഇൻട്രാഡേ ട്രേഡിങ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഹൗ ടു ടേക്ക് ട്രേഡ്സ് ഓൺ ഇൻട്രാഡേ ട്രേഡിങ്. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും പല സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ചിലർ ഏഞ്ചൽ ബ്രോക്കർ, സിറോദ, ജിയോജിത്ത്, വൺ പൈസ, അങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവരെല്ലാം ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ, ഓരോ പ്രാവശ്യം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മളൊരു ലൂസ് എൻഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള സത്യം പലരും മനസ്സിലാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ കമ്മീഷനും മറ്റുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി, GST എല്ലാം അടച്ചുകൊണ്ടാണ് നമ്മളൊരു ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നമ്മളൊരു നെഗറ്റീവ് സൈഡിലാണ് നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രോക്കേഴ്സ് എപ്പോഴും അവരുടെ പ്രോഫിറ്റിനെ കണക്കാക്കിക്കൊണ്ട് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുക. അത് പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമുക്ക് കൂടുതൽ മാർജിൻ തന്നുകൊണ്ടാണ്. മാർജിൻ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 1000 രൂപയുടെ അക്കൗണ്ടാണ് നമ്മുടെ ഉള്ളതെങ്കിൽ ഒരു 10 ടൈംസോ 20 ടൈംസോ 30 ടൈംസോ ഒക്കെ അവർ മാർജിൻ തരും. അതായത് 1000 രൂപയ്ക്ക് പകരം നമുക്ക് 10000 രൂപയുടെ സ്റ്റോക്ക് മേടിക്കുകയും വിൽക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അവർ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാണ് അവരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൂടെ. അപ്പോൾ ഇൻട്രാഡേയുടെ ഏറ്റവും വലിയ പ്രോബ്ലവും ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ഈ രണ്ട് പ്രോസസ്സുകൾ തന്നെയാണ്. അതായത് നമുക്ക് കിട്ടുന്ന ലെവറേജ് ആണ് ഇൻട്രാഡേനെ സ്പെഷ്യലാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ആക്കുന്നൊരു കാര്യം. പക്ഷേ ഇൻട്രാഡേയുടെ ഏറ്റവും ഡേഞ്ചറസ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ടൈം എന്നുള്ള ഒരു സംഗതിയാണ് അതിൻ്റെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒരു പ്രോബ്ലം. അതായത് ഇൻട്രാഡേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന പോലെ രാവിലെ 9 മണിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ 3:30 ക്ലോസ് ആവും. അതിനുള്ളിൽ വേണം നമ്മൾ ഈ ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടതായിട്ട്. അതായത് നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുന്നു, അന്നത്തെ ദിവസം തന്നെ വിൽക്കുന്നു. നമ്മളത് വിറ്റില്ലെങ്കിൽ ബ്രോക്കർ തന്നെ 3:30 ആകുമ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ വിറ്റ് അവരത് സ്ക്വയർ ഓഫ് ചെയ്ത് കളയുന്നു. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റോക്ക് എടുക്കുമ്പോഴും അതിൻ്റെ മൂവ്മെൻറ്റ് അന്നത്തെ ദിവസം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് നമ്മളുടെ ട്രേഡിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ പോലും നമുക്കതൊരു കറക്റ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് ലഭിക്കില്ല. അതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ലിവറേജ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് വലിയൊരു ബിഗ് മണി വെച്ചുകൊണ്ട് നമുക്കൊരു സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യാം. അതായത് ഒരു 10 ടൈംസ് നമുക്ക് ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ലഭിക്കുകയാണെങ്കിൽ, അത് നമ്മൾ വിചാരിക്കുന്ന പോസിറ്റീവ് മൂവിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ഗുഡ് റിട്ടേൺ അന്നത്തെ ദിവസം തന്നെ നമുക്ക് കിട്ടാനായിട്ടുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. ഇതേ തന്നെയാണ് എൻ്റെ ഡിസഡ്വാൻറ്റേജ്. ആ ട്രേഡ് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മളുടെ ക്യാപിറ്റൽ അന്ന് തന്നെ തീരാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നത് പുതിയതായിട്ട് മാർക്കറ്റിൽ വരുന്ന ആളുകളാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിന് കൂടുതൽ ആകർഷകരായിട്ട് വരുന്നത്. അതായത് പെട്ടെന്ന് ഇൻകം, ഒരു ചെറിയ എമൗണ്ട് ഇട്ടുകൊണ്ട് വലിയൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് മാർക്കറ്റിൽ വരുന്ന പല ആളുകളും ഒരു വർഷത്തിൽ കൂടുതൽ സർവൈവ് ചെയ്തായിട്ടുള്ള ചരിത്രമില്ല. അതായത് ഇൻട്രാഡേ എന്ന് പറയുന്നത് അത്രയും സ്പെഷ്യലൈസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാ ആളുകളും അതിൽ സക്സസ്ഫുൾ ആവണമെന്നില്ല. നമ്മൾ മെജോറിറ്റി ആളുകളും പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നതും ഇൻട്രാഡേ ചെയ്യുന്നതും പ്രോപ്പറായിട്ടുള്ള നമുക്കൊരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ നോളേജോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ബിഗിനേഴ്സ് ഒരിക്കലും ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യാൻ പാടില്ല. അവരിൽ 1000 രൂപയേ ഉള്ളൂവെങ്കിൽ 1000 രൂപയുടെ ക്യാഷിൽ ട്രേഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നടക്കുക. ആ മൂവ്മെൻറ്റ് എപ്പോഴാണ് നടക്കണതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ് എത്ര സമയം ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടൈം ലിമിറ്റ് വളരെ ചുരുങ്ങിയൊരു ടൈമേ ഉള്ളൂ. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് 3:30 ക്ലോസ് ചെയ്യുമ്പോൾ
ആ ഇതിനുള്ളിൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു മൂവ്മെൻറ്റ് സ്റ്റോക്കിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രേഡ് ടോട്ടലി റോങ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഇതിലൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഈ ട്രേഡ് എടുക്കേണ്ടതായിട്ട് വരികയാണ്. ഈ എല്ലാ ദിവസവും ട്രേഡ് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും ഒരുപാട് മെൻ്റൽ പ്രഷർ നമുക്ക് ഇതിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും അത് പോസിറ്റീവായി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, നെഗറ്റീവായി കഴിഞ്ഞാൽ നമ്മൾ സാഡായിരിക്കും. പക്ഷേ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ മെജോറിറ്റി ആളുകളുടെയും പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം പ്രോഫിറ്റിലേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്യില്ല, നമ്മൾ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പക്ഷേ അത് നെഗറ്റീവിലേക്ക് പോകുമ്പോഴോ നമ്മളത് റിക്കവർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, പിന്നെയും അത് നെഗറ്റീവിലേക്ക് പോകും. അങ്ങനെ മെജോറിറ്റി ബിഗിനേഴ്സ് ഇൻട്രാഡേ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. ഞാനും ഓൾമോസ്റ്റ് കുറച്ച് പൈസ എല്ലാം ഇൻട്രാഡേയിൽ ചെയ്ത് നഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് പിന്നെ ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറിയത്. അതിനുശേഷം എനിക്ക് കൺസിഡറബിൾ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ട്. നമ്മളെടുക്കുന്ന ഓരോ അനാലിസിസും കറക്റ്റ് ആവുന്നത് ഒരു ലോങ് ടേം പൊസിഷനിൽ വരികയാണ് എങ്കിലാണ് നമുക്കത് കാണാൻ പറ്റുക. അപ്പോൾ ബിഗിനേഴ്സ് കഴിവതും ഇൻട്രാഡേ ട്രേഡിംഗ് ഒഴിവാക്കുക. നല്ലതിന് ശേഷം നന്നായി പഠിച്ചതിന് ശേഷം മാത്രം ഇൻട്രാഡേ ചെയ്യുക എന്നായിരിക്കും നല്ലത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഹൗ ടു ടേക്ക് ട്രേഡ്സ് ഓൺ ഇൻട്രാഡേ ട്രേഡിംഗ് എന്നുള്ളതാണ്. ഏതൊരു ബ്രോക്കറുടെയും പ്ലാറ്റ്ഫോമിൽ നമുക്ക് 2 ഓപ്ഷനായിട്ടാണ് മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുക. ഒന്ന് ക്യാഷ് ആൻഡ് ക്യാരി അല്ലെങ്കിൽ ലോങ് ടേം എന്ന് വേണം. രണ്ടാമത്തത് മിസലേനിയസ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് എത്ര ലിവറേജ് അവൈലബിൾ ആണെന്ന് നമുക്ക് കാണിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന പൊസിഷൻ നമ്മൾ ഇൻട്രാഡേ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അവർ പറയുന്ന ലെവറേജ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ആ ട്രേഡ് എക്സിക്യൂട്ട് ആവുകയും അതല്ലെങ്കിൽ അത് റിജക്റ്റഡ് ആണെന്ന് ഇമീഡിയറ്റ്ലി തന്നെ കാണിക്കുകയും ചെയ്യും. ഇനി ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഏറ്റവും ഈസി ആയിട്ട് കാണപ്പെടുന്ന ഒരു ട്രേഡിംഗ് ഫോമാണ് ഇൻട്രാഡേ. പക്ഷേ ഇതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ഫോം ഓഫ് ട്രേഡിംഗ്. ഈ ഇൻട്രാഡേ ചെയ്തുകൊണ്ട് സർവൈവ് ചെയ്ത ആളുകൾ വളരെ കുറവാണ്. മെജോറിറ്റി ഓഫ് ആളുകളുടെ അക്കൗണ്ട് എപ്പോഴും ബ്ലോ ഔട്ട് ആവുന്ന സിറ്റുവേഷനാണ് നമ്മൾ കാണാതായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ചിലപ്പോൾ 10 ദിവസം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ട്രേഡ് ലാഭമെല്ലാം ഒരു ദിവസം കൊണ്ട് പോകും. അത് നമുക്ക് പ്രോപ്പറായിട്ടൊരു സ്ട്രാറ്റജിയോ റിസ്ക് റിവാർഡ് റേഷ്യോ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഈ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ തന്നെ മെജോറിറ്റി ആൾക്കാർ എപ്പോഴും പറയുന്നത് 1:2, 2:3 അങ്ങനെ പല റിസ്ക് റിവാർഡ് റേഷ്യോ പറയാറുണ്ടെങ്കിലും മെജോറിറ്റി സമയം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിക്കൊണ്ടിരിക്കും. നമ്മൾ 5 പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലെ പൈസ നന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. 1:5 എന്നുള്ള മാർജിനൊന്നും നമുക്ക് ഒരു 1 ഡേയിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളൊരു സംഗതിയൊന്നുമല്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറയുന്ന ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് 1-2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ നമുക്കത് ക്യാരി ചെയ്യുന്ന രീതിയിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അന്നത്തെ ദിവസം തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കത് വിറ്റ് ഒഴിവാക്കാം. മെജോറിറ്റി ട്രേഡേഴ്സും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു പൊസിഷൻ എടുത്തു, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് അന്നത്തെ ദിവസം മൂവ് കിട്ടുകയാണെങ്കിൽ അവരതിനെ ഇൻട്രാഡേ ട്രേഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അവർ ആ പൊസിഷൻ 1 or 2 days അല്ലെങ്കിൽ ഒരു 1 week 2 weeks അവർ അത് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുക സാധാരണയായിട്ട്. അപ്പോൾ എല്ലാ ട്രേഡേഴ്സിനോടും എനിക്ക് അത് തന്നെയാണ് പറയാതെ, ഇൻട്രാഡേ ചെയ്യാനായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ട്രേഡ് ചെയ്യുക, ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അന്നത്തെ ദിവസം സ്ക്വയർ ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ട്രേഡ്.